ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഹൈബ്രിഡ് വെറൈറ്റീസിലുള്ള പെറ്റൂണിയ പ്ലാന്റ്സ് എങ്ങനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ പോട്ടിംഗ് മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം. നമുക്ക് വേണ്ടി ഇന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്ന ജാൻസി മാഡമാണ്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് എല്ലാ തരത്തിലുള്ള ഇൻഡോർ പ്ലാന്റ്സിൻ്റെയും പോട്ടിംഗ് മിക്സ് എങ്ങനെ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. ഹായ്, ഞാൻ സലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഹൈബ്രിഡ് പിറ്റൂണിയ, നമ്മുടെ നാടൻ പിറ്റൂണിയ അല്ല, ഹൈബ്രിഡ് പിറ്റൂണിയ നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നാൽ എങ്ങനെയാണ് അത് നമ്മൾ നമ്മുടേതായ രീതിയിൽ പോട്ടി മിശ്രിതത്തിൽ ചേർക്കുന്നത് അല്ലെങ്കിൽ നടുന്നത്, ആ ഒരു രീതിയും അത് എങ്ങനെ നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ഞാൻ ചെയ്യുന്ന ചില ടിപ്സാണ് കേട്ടോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഒരാഴ്ച മുമ്പ് ഞാൻ പരിചയപ്പെടുത്തിയ നേഴ്സറിയിൽ നിന്ന് വാങ്ങിയ ഹൈബ്രിഡ് പിറ്റൂണിയ. നമ്മളത് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ തന്നെ നമ്മൾ ആ പോട്ടിൽ നിന്ന് മാറ്റാൻ നിൽക്കരുത്. ഒരു 3-4 ദിവസം നമ്മുടെ കാലാവസ്ഥയിൽ, നമ്മുടെ വീട്ടിലെ അന്തരീക്ഷത്തിൽ ഇവ വളരാനായിട്ട് നിൽക്കാനായിട്ട് അനുവദിക്കണം. ആ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പല വീഡിയോസിലും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ സാഫ് ഒരു 5 ഗ്രാം എങ്കിലും എടുത്ത് ഒരു 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ചുവട്ടിൽ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതിനകത്ത് നേഴ്സറിയിൽ നന്നായിട്ട് പൂവുണ്ടാവാനും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാനും അവർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മുടെ കാലാവസ്ഥയായിട്ട് യോജിച്ച് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിന് പെട്ടെന്ന് തന്നെ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വരും. നമ്മുടെ കാലാവസ്ഥ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോഴേക്കും ഇതിന് ഒരു ചെറിയൊരു വാട്ടം, അതുപോലെ ഇത് ഹെൽത്ത് ഇല്ലാതെയൊക്കെ ആയി പോകുന്നു. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഒരു 3-4 ദിവസം നമ്മുടെ വീട്ടിൽ ആ കൊണ്ടുവന്ന പോട്ടിൽ തന്നെ വെച്ച്, ചിലപ്പോൾ ഒരു ചെറിയ വാട്ടൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ പൂക്കളൊക്കെ ഒന്ന് കൊഴിഞ്ഞു പോകും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലും നമ്മൾ കുഴപ്പമില്ല. അത് അവിടെ ഇരുന്നിട്ട് നമ്മൾ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കാതെ അല്പം മണ്ണിൽ നനവ് മാത്രം നിർത്തി തണൽ ഏരിയയിൽ, അധികം എന്താ പറയുക, കൂടുതൽ തണൽ ഏരിയ അല്ല എങ്കിൽ തന്നെയും കുറച്ച് സൺലൈറ്റ് കിട്ടുന്ന സൺഷെയ്ഡിൻ്റെ ഭാഗത്ത് ഇതുപോലെ വെച്ച് ഇവയെ നല്ല ഹെൽത്തി, ഇതൊക്കെ നിറച്ച് നേഴ്സറിയിൽ നിന്ന് വരുമ്പോൾ നിറച്ച് പൂക്കളായിരുന്നു, പക്ഷേ അതൊക്കെ കൊഴിഞ്ഞു പോയി വീണ്ടും മുട്ടുകൾ വന്നോളും. അപ്പം നമ്മൾ വേഗം കൊണ്ടുവന്ന് നമ്മുടെ പോട്ടിലേക്ക് വെക്കാതെ ആ ഇരിക്കുന്ന കവറിലോ ആ നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന് ചെടിച്ചട്ടിയിലോ ഇരിക്കട്ടെ കേട്ടോ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, നമ്മുടെ സാഫ് വെള്ളത്തിൽ ഒരു സ്പൂൺ എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ, അപ്പോൾ ഒരു സ്പൂൺ എന്ന് പറയുമ്പോൾ 5 ഗ്രാം ഉണ്ടാവാതിരിക്കാം. 5 ഗ്രാം വെള്ളത്തിൽ ഇപ്പോൾ ഇച്ചിരി കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു 2 ദിവസം, ഒരു 3 ദിവസം ഇടവിട്ട്, അതായത് ആദ്യത്തെ ഒരു ദിവസം ഒഴിച്ചു, അത് കഴിഞ്ഞ് 1-2 ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് തണ്ടിലും ഇലകളിലും വേരിലും മണ്ണിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു 3-5 ദിവസം ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. അതിനുശേഷം മാത്രമേ നമ്മൾ നമ്മുടേതായ രീതിയിൽ പോട്ടിംഗ് മിശ്രിതത്തിൽ ചേർത്ത് വേറെ പോട്ടുകളിലേക്ക് നടാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അത് നട്ടതിന് ശേഷം അത് ആ വീഡിയോയും കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന പെറ്റൂണിയ സാഫിൻ്റെ പ്രയോഗം കഴിഞ്ഞിട്ട് ഇപ്പോൾ ചട്ടിയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് 2-3 ആഴ്ചയായിട്ടോ. എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് അത് റിപ്പോർട്ട് ചെയ്ത് നിങ്ങളൊന്ന് കാണിച്ചു തരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു പൊട്ടി മിശ്രിതം. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ പെറ്റൂണിയ ഇതുപോലെ നമ്മൾ രക്ഷപ്പെടുത്തി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നമുക്ക് ഹൈബ്രിഡ് പെറ്റൂണിയ എപ്പോൾ നേഴ്സറിയിൽ നിന്ന് കിട്ടിയാലും എനിക്കത് പലപ്പോഴും കുറേയൊക്കെ പോയിട്ടാണ് അത് നന്നായിട്ട്, ചിലത് മാത്രമാണ് പൂവിട്ട് കിട്ടാറ്. അപ്പോൾ ഇപ്പോൾ ഇത് കണ്ടോ, നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. ചെറിയൊരു വാട്ടൊക്കെ ഉണ്ടായിരുന്നു. നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും, ഞാൻ പറഞ്ഞല്ലോ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയായിരുന്നു, അതുപോലെ ഇലകളൊക്കെ ഇങ്ങനെ ഇതുപോലെ ചീഞ്ഞ് പോയായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ സാഫ് 1-2 പ്രാവശ്യം നമ്മൾ ചെയ്തതിന് ശേഷം നമ്മുടെ അതേ അവിടെ നിന്ന് കൊണ്ടുവന്ന ആ പൊട്ടി മിക്സിൽ തന്നെ ഇതിൽ ഇരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇത് മാറ്റി നടേണ്ട സമയമായി. കാരണം ഈ ഇലകൾ കണ്ടോ, ഈ തണ്ട് ആ നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണിലേക്ക് ചേർന്ന് കിടന്നിട്ടാണെന്ന് തോന്നുന്നു ഇലകളൊക്കെ ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ മാറ്റാണ്. അപ്പോൾ ഞാൻ നടുന്ന പോട്ടി മിക്സ് എന്ന് പറയുന്നതേ, ഞാൻ ഇതിനകത്ത് കുറച്ച് മണ്ണ്, അതുപോലെ മണൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ഇളക്കമുള്ള മണ്ണ്, അതുപോലെ കൊക്കോപ്പീറ്റ്, പെർലൈറ്റിൻ്റെ കുറച്ചിട്ടിട്ടുണ്ട്, അതുപോലെ സാഫിൻ്റെ ഒത്തിരി അല്പം ചേർത്തിട്ടുണ്ട്, എല്ലുപൊടി ചേർത്തിട്ടുണ്ട്, വേപ്പിൻ പിണ്ണാക്ക്, ഇതെല്ലാം ചേർത്ത് ഞാൻ വെച്ചിരുന്ന മിശ്രിതമാണ്.
പല ചെടികൾക്കും അത് തന്നെയാണ് ഞാൻ എല്ലാ ചെടികൾക്കും തന്നെ ഉപയോഗിക്കാറ്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ നട്ട പിറ്റൂണിയയുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് പെർലൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ ചാണകപ്പൊടിയൊക്കെ നടുന്ന സമയത്ത് കുറച്ച് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ, അതായത് ജൈവവളങ്ങൾ. ഇതിനകത്ത് അല്പം ചാണകപ്പൊടി ചേർത്തിട്ടുള്ളൂ. എന്ന് വെച്ചാൽ പിറ്റൂണിയ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള വേരുകളും അതിൻ്റെ ഇലകളൊക്കെയാണ്. കൂടുതൽ ജൈവവളം കൂടി പോയി കഴിഞ്ഞാൽ പെറ്റൂണിയ പെട്ടെന്ന് പോകാൻ സാധ്യതയുണ്ട്. നട്ട് നമ്മൾ ഒന്ന് ഉഷാറായതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ ചാണകത്തിൻ്റെ തെളിയും അതുപോലെ കപ്പിലി പിണ്ണാക്കൊക്കെ പുളിപ്പിച്ചതിൻ്റെ തെളിയൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പോട്ടി മിക്സിൽ കാര്യമായിട്ടുള്ള ജൈവവളം ഒന്നും ചേർക്കുന്നുണ്ട്. മണലുണ്ടെങ്കിൽ ചേർത്താൽ നല്ലത്, അല്ലെങ്കിൽ മണ്ണ്, നമ്മുടെ കൊക്കോപ്പീറ്റ്, അല്പം പെർലൈറ്റ്, ഒരല്പം ചാണകപ്പൊടി, ഉണങ്ങിയ ചാണകപ്പൊടി, കുറച്ച് എല്ലുപൊടി, ഇതെല്ലാം ചേർന്ന മിശ്രിതം ഞാൻ വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പോട്ടിലേക്ക് മാറ്റാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നട്ടിട്ട് കാണിക്കാം. ഞാൻ ദേ പോട്ടിലേക്ക് കുറച്ച് ഓടിൻ കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇത് ഡ്രൈനേജ് പിറ്റൂണിക്ക് ഒരു കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ നന കൂടി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ചീത്തയായി പോകും. അപ്പം നമ്മൾ ശ്രദ്ധയില്ലാതെ പൈപ്പും കൊണ്ടൊക്കെ വെള്ളം കുറേ തിരക്ക് പിടിച്ചൊക്കെ ഒഴിക്കുമ്പോഴേ വെള്ളം കൂടുതലുണ്ടെങ്കിൽ അത് ചെടികളെ ബാധിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. എന്നെ സംബന്ധിച്ച് കുറച്ച് തിരക്കുള്ള ആളാണ്. അപ്പോൾ ചെടി ചിലപ്പോൾ വലിയ പോസിട്ടൊക്കെ ആയിരിക്കും എല്ലാ ചെടികളും നനയ്ക്കുക. ഒത്തിരി ചെടികളുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് ഓട്ടുനുറുക്ക് ഇട്ടിട്ടുണ്ട്. നല്ല ഹോളുള്ള പാത്രമാണ് കേട്ടോ, നല്ല ഹോളൊക്കെ ഉള്ള പാത്രമാണ്. അപ്പോൾ അതിനകത്തേക്ക് ഞാനിത് കുറച്ച് ഉണങ്ങിയ നമ്മുടെ ബോഗൺവില്ലയുടെ പൂക്കൾ ഉണങ്ങിയത്, കരിയിലകൾ അടിച്ചതെല്ലാം നമ്മുടെ പറമ്പിൽ നിന്ന് എടുത്തിട്ട് ഞാൻ വെക്കുന്നുണ്ട്. കാരണം പിറ്റൂണിയെ സംബന്ധിച്ച് കുറേ എന്താ പറയുക ആഴത്തിലേക്ക് പോകുന്നതല്ല, പടർന്ന് വേരുകൾ പോകുന്ന ഒരു ചെടിയാണ്. അപ്പോൾ നമുക്കിതുപോലെയുള്ള ഉണക്ക ഇലകൾ പച്ച ചേർക്കരുത് കേട്ടോ. പച്ച ഇലകൾ ഇട്ട് കഴിഞ്ഞാൽ ചൂടാണ്. അപ്പോൾ ഒന്നും കൂടി അതിൻ്റെ ചൂടും കൂടി ആകുമ്പോഴേക്കും ചെടികളത് സാരമായി ബാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ ഉണങ്ങിയ കരിയിലകളും പൂക്കൾ ഉണങ്ങിയതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വെറുതെ പറമ്പിൽ കിടക്കാമല്ലേ. അപ്പോൾ അതൊക്കെ ഇതുപോലെ ചട്ടിയിലേക്ക് ഇട്ടതിന് ശേഷം ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ മിശ്രിതമാണ് ഇതിനകത്ത് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിറ്റൂണിയയുടെ കവർ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അത് ശരിക്കും കട്ടയായിട്ടുള്ളതാണെങ്കിൽ ഒന്ന് അതിൻ്റെ ചുവട്ടിലുള്ള ആ കവറിലോ അല്ലെങ്കിൽ പാത്രത്തിലോ ഉള്ള മണ്ണ് ഒന്ന് പതുക്കെ ഒന്ന് ഞെക്കി അതിൻ്റെ ഒന്ന് ഫ്രീ ആക്കിയതിന് ശേഷം വെക്കാം. അതല്ല നല്ല കുതിർന്ന മണ്ണാണെങ്കിൽ നേരെ നമുക്ക് നമ്മുടെ പോട്ടിലേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ. അതായത് പിറ്റൂണിയ നമ്മുടെ പോട്ടിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്, നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന പോട്ടിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതേ സംബന്ധിച്ച് നല്ല ഇളക്കമുള്ള മണ്ണാണ്, കണ്ടിട്ട് അധികം ഹാർഡൊന്നും അല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ മണ്ണ് കളയുന്നില്ല. അതേസമയം കട്ടയായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഫ്രീ ആക്കി വിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് ഇതുപോലെ തന്നെ നമ്മുടെ പോട്ടിലേക്ക് വെക്കുകയാണ് കേട്ടോ. പോട്ടിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ പറഞ്ഞ നമ്മുടെ മിശ്രിതവും അതുപോലെ തന്നെ കരിയിലകൾ ഉണങ്ങിയതൊക്കെ ചേർക്കാൻ കേട്ടോ. അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അതുപോലെ തന്നെ മണ്ണിടുമ്പോൾ ശരിക്കും ചെടിയുടെ ഈ മുകൾ വശം നമ്മുടെ ഇത് മുട്ടിക്കിടക്കുന്നുണ്ടല്ലോ, അത് മുട്ടിക്കിടക്കാതെ മണ്ണ് നിറയ്ക്കാൻ നോക്കണേ. ഇത് മണ്ണിൽ മുട്ടിക്കിടന്നാൽ, ഈ തണ്ട് മണ്ണിൽ മുട്ടിക്കിടന്നാൽ അറിയാലോ പെട്ടെന്ന് അത് ചീഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് മോൾ ഭാഗം ഒന്ന് ഫ്രീ ആക്കിയിട്ട് തന്നെ ഇടുക. വേരുകളെല്ലാം താഴത്തേക്ക് പോകുന്ന രീതിയിൽ തന്നെ, മണ്ണ് മൂടുന്ന രീതിയിൽ തന്നെ നമുക്ക് പൊട്ടി മിക്സ് ഇട്ടെടുക്കാം. നമുക്ക് നഴ്സറിയിൽ നിന്ന് കിട്ടുന്ന ഹൈബ്രിഡ് പിറ്റൂണിയ ഞാൻ എൻ്റെ പോട്ടി മിക്സിൽ നട്ടു. അതുപോലെ തന്നെ ഞാൻ കൊടുത്ത കയറിങ്ങൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കണ്ടല്ലോ ചെടിയുടെ വളർച്ച കണ്ടോ. നമ്മുടെ പോട്ടി മിക്സിലേക്ക് ആക്കി ആ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന ഇലകളും അതുപോലെ മുട്ടുകളെല്ലാം കൊഴിഞ്ഞു പോയി. മുട്ടുകളെ കുറേയൊക്കെ ഞാൻ അതിൻ്റെ മുട്ടുകൾ വന്ന ഭാഗം നുള്ളിക്കളഞ്ഞു. ഇപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വെച്ച് ഇതിനകത്ത് ചിലതിൽ വിത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് അവിടെ നിന്ന് തന്നെ ഇങ്ങനെ നുള്ളിക്കളഞ്ഞ് അവയെ നിർത്തി. അപ്പോൾ ഒത്തിരി ഇതളുകൾ വന്നിട്ടുണ്ട് കണ്ടോ, ഒത്തിരി ഇതളുപ്പുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇനി കുറേ ധാരാളം മുട്ടുകളുണ്ടാവും. അപ്പോൾ ചെടികളിലെ പൂക്കളൊക്കെ ചില പൂക്കൾ പുതിയത് വിരിഞ്ഞു തുടങ്ങി. ഇത് കണ്ടല്ലോ, ഇത് 1-2 പൂക്കളായിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ക്ഷീണമൊക്കെ മാറി ഞാൻ പുതിയ പോട്ടി മിക്സിലേക്ക് നമ്മുടെ പോട്ടി മിക്സിലേക്ക് നട്ടപ്പോഴേക്കും നല്ല ഹെൽത്തി ആയിട്ട് ഒത്തിരി പൂക്കൾ വന്നിട്ടുണ്ട് കണ്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടൻ പിറ്റൂണിയുടെ അതേ സ്റ്റൈലിലേക്ക് വന്നു. നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ നമ്മുടെ രീതിയിലായിട്ടുള്ള വളങ്ങൾ കെയറിങ്ങാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, നല്ല മനോഹരമായിട്ട് ചെടികളൊക്കെ ഉഷാറായിട്ടുണ്ട്. 1-2 പോയിട്ടോ, തീരെ പോയിട്ടില്ല. ഒന്നും കൂടി ഉഷാറാവാനുണ്ട്, പോകില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെ ഞാനത് പ്രത്യേക രീതിയിൽ ഒന്നൊന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ വരണമെങ്കിൽ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണം, വെയിലുള്ള ഭാഗത്ത് തന്നെ വെക്കണം. വെയിലില്ലാന്നുണ്ടെങ്കിൽ ചെടി മുരടിച്ചോണം, ഹെൽത്തില്ലാണ്ട് നിൽക്കും. ഉദിച്ചു വരുന്ന ആദ്യത്തെ രാവിലത്തെ വെയിലാണ് ഇവയ്ക്ക് ഏറ്റവും നല്ലത് കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചോളൂ. പിന്നെ ഉച്ച കഴിഞ്ഞിട്ടുള്ള പോക്ക് വെയിലൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ രാവിലത്തെ വെയിൽ ഒരു 5 മണിക്കൂർ കിട്ടിയാൽ ചെടി നല്ല ഉഷാറാകും കേട്ടോ.
ഇതേപോലെയൊക്കെ നിങ്ങളൊന്ന് നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിറ്റൂണിയെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ പല പ്രാവശ്യം പിറ്റൂണിയെ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കെയറിങ്. അപ്പോൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നപ്പോൾ ഞാൻ അതും കൂടി നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തതാണ്. ഓരോ പ്രാവശ്യവും നമുക്ക് പുതിയ പുതിയ അറിവുകളാണല്ലോ. അപ്പോൾ നിങ്ങളുടെ അറിവുകൾ എന്തെങ്കിലും ഇതിലും കൂടുതലായിട്ട് നല്ല രീതിയിൽ പിറ്റൂണിയെ എങ്ങനെ ഉഷാറാക്കി എടുക്കാം എന്നുള്ള ടിപ്പുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ അത് മറ്റുള്ളവർക്കും എനിക്കും ഉപകാരമായിരിക്കും. അപ്പോൾ ഇനി മറ്റൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.